ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പാർട്ടി മെനു ഐഡിയ ആണ് ഷെയർ ആക്കാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി, മന്തി അങ്ങനത്തെ റൈസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. നമുക്ക് വെറൈറ്റി ആയിട്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റിൽ ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഫുഡ് ഐറ്റംസും ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൽ ചിക്കൻ്റെ 2 ഐറ്റംസ് ഉണ്ട്. പയ്യോളി ചിക്കനും മസാല ഗീ റൈസും ഉണ്ട്, പിന്നെ മസാല ഷവായും കുബൂസും ഉണ്ട്. പിന്നെ ഡെസേർട്ടായിട്ട് നമ്മൾ രസ്മലായി ആണ്. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസ്മലായി റെസിപ്പിയാണ് പാൽപ്പൊടി വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് രസ്മലായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 5-6 ആൾക്ക് സെർവ് ചെയ്യേണ്ട ഫുഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഈ എല്ലാ ഐറ്റംസും അപ്പോൾ ഇല്ലേ ഞാൻ ഇത് കാരമലൈസ് ചെയ്യാൻ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാത്രം ചൂടാക്കി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി. പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് മെല്ലെ മെല്ലെ അത് മെൽട്ടായി തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് പാത്രം കുലുക്കി കൊടുത്തിട്ട് മിക്സാക്കിയാൽ മതി. എന്നാൽ സ്പൂണിൻ്റെ മേലെയൊന്നും ആവില്ല. പിന്നെ ഫുള്ളായിട്ട് മെൽട്ടാവണമെന്നില്ല. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. 500 ml 1/2 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ രസ്മലായി ട്രഡീഷണലായിട്ട് വേറെ മെത്തേഡിൽ ഉണ്ടാക്കുക. പാലെല്ലാം കുറുക്കി വറ്റിച്ചിട്ടാണ് ആ രസ്മലായിൻ്റെ ബോൾസ് ഉണ്ടാക്കുക. പക്ഷേങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ പാൽപ്പൊടി വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ പാല് കാരമലൈസ് ചെയ്ത് പഞ്ചസാരൻ്റെ മേലെ ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ഷോപ്പിലെല്ലാം കിട്ടുന്ന പോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള രസ്മലായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സാഫ്രൺ ഇടുന്നുണ്ട്. ഇത് ഈ റെസിപ്പിയിൽ നിർബന്ധമാണെന്നോ ചോദിച്ചാൽ എന്നാൽ ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാണ്ട് നിൽക്കണ്ട കേട്ടോ. പിന്നെ 1 ടീസ്പൂണോളം ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുത്തിന്. ഈ കുങ്കുമപ്പൂവ് എന്തായാലും വേണം, രസ്മലായി ഉണ്ടാക്കുമ്പോൾ വേണം. ഇനിയിപ്പോൾ നിങ്ങളിൽ എങ്ങനെയോ ഇല്ല, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ സ്കിപ്പാക്കാവും കേട്ടോ. അല്ലെങ്കിൽ എന്തായാലും ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ എങ്ങനെയും പറ്റൂല്ലെങ്കിൽ ഇടണ്ട. ഇനിയിപ്പോൾ ഈ പാലിതാ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി കളർ മാറി ഒരു യെല്ലോ ടോണായിട്ട് വരും കേട്ടോ. ആ കുങ്കുമപ്പൂവെന്നും കളർ ഇറങ്ങും. പിന്നെ കാരമലൈസ് ചെയ്തുകൊണ്ട് ആദ്യമേ തന്നെ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി. വല്ലാണ്ട് അങ്ങ് കുറുകണ്ട കേട്ടോ. അങ്ങനെ തന്നെ മെല്ലെ തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിപ്പോൾ ബോൾസ് ഉണ്ടാക്കാം. 1 കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 12-13 ബോൾസ് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് 1 മുട്ട ഒഴിച്ചെടുക്കുക. മുട്ട എടുക്കുമ്പോൾ വലിയ മുട്ടയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആ മുട്ടേൻ്റെ വെള്ളയും മഞ്ഞയും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ നേരെ പകുതി എടുത്താൽ മതിയേ. ചെറുതാണെങ്കിൽ മാത്രമേ 1 മുട്ട മുഴുവനായിട്ട് എടുക്കാവൂ. പിന്നെ ഇതിലോട്ടും കുറച്ച് ഏലക്കപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ നിറച്ചും ബേക്കിംഗ് പൗഡറും കൂടിയാണ് ഞാൻ എടുക്കുന്നത്. ബേക്കിംഗ് സോഡ അപ്പക്കാരമല്ല, ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 1 ടീസ്പൂണിൽ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഇനി കുഴക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട വരില്ല. ആ മുട്ടൻ്റെ ആ ഒരു വെറ്റന്നെ മതിയാവും കേട്ടോ. ഞാൻ മുട്ട ചെറുതെടുക്കണമെന്ന് പറയാൻ കാരണം 1 കപ്പ് പാൽപ്പൊടിയിൽ നിങ്ങൾ വലിയൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ പിന്നെയും പാൽപ്പൊടി ഇട്ട് കുഴക്കേണ്ടി വരും. അത് ലൂസായി പോകും എന്തായാലും. ഒരു വലിയ മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് പാൽപ്പൊടിയെങ്കിലും വേണ്ട വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 കപ്പിന് ഉണ്ടാക്കണമെങ്കിൽ ഒരു ചെറിയ മുട്ട മാത്രമേ എടുക്കാവൂന്ന്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മളിട്ട ബേക്കിംഗ് പൗഡറും എന്താ പറയുക നെയ്യും എല്ലാം എല്ലാവരുടെയും ഒന്ന് മിക്സ് ആവണം. നല്ലോണം കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കൈ ഒന്ന് കഴുകിയിട്ട് കുറച്ച് കയ്യിൽ നെയ്യാക്കുക. എന്നിട്ട് വേണം ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാനായിട്ടാ, അല്ലെങ്കിൽ മൊത്തം ഒട്ടിപ്പിടിച്ച് പോവും. ഈ രസ്മലായിൻ്റെ ബോൾസിൻ്റെ വലിപ്പം അറിയൂലേ. പിന്നെ ഇത് പക്ക റൗണ്ട് ഷേപ്പല്ല ആക്കണ്ടേ. റൗണ്ട് ആക്കിയിട്ട് കൈൻ്റെ നടുക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കിയിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിൽ വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ. ഈ ഒരു ഷേപ്പിലുണ്ടാവുക. ഇത്രയും ബോൾസാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇനിയിപ്പോൾ ഇത് നേരെ തിളക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യാം. പിന്നെ ഇതില്ലേ പെർഫെക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് എങ്ങനെ വാങ്ങുമോ അങ്ങനെ തന്നെ ആക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയും കൂടിയാണ്. പിന്നെ ഇത് ബോൾസ് ആക്കുമ്പോൾ ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ബോൾസ് ആക്കാനും കൂടി നോക്കണേ. ഇനിയിപ്പോൾ പാല് ഞാനൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ചേനു, നല്ലോണം തിളച്ചിട്ടുണ്ടേനു. ഇത് നമ്മൾ ബോൾ ഉണ്ടാക്കുന്ന ടൈം അത്രയും തിളച്ചിനേനു. ഇനിയിപ്പോൾ ഇത് നേരെ ഈ പാലിൻ്റെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് താഴെ പോയി നിൽക്കും. പിന്നെ ഇത് വീർത്ത് വരും കേട്ടോ. നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടില്ലേ, അതുകൊണ്ട് ഇതിങ്ങനെ തിളക്കും തോറും വലുതായി വരും. പിന്നെ വല്ലാണ്ട് അങ്ങ് കുത്തി ഇളക്കണ്ട. ഇത് പൊടിഞ്ഞു പോകുകയൊന്നും ചെയ്യൂല, എന്നാൽ അതിൻ്റെ ഷേപ്പ് പോയി പോവും. അതുകൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ.
ഇത് നമ്മൾ സാധാരണ പുഡിങ്ങിൽ ഉണ്ടാക്കുന്നതിലും ഒന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. അല്ലെങ്കിൽ ഗുലാബ് ജാമുൻ പുഡിങ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുന്നതിലും വെറൈറ്റി ആയിരിക്കും. പിന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടും നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ഈ മുട്ടയും എല്ലാം ഉണ്ടല്ലോ അതിൽ അതൊന്ന് വേവണം. ഏകദേശം ഒരു 10 to 15 മിനിറ്റ് ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. തീ വല്ലാണ്ട് കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ ആവില്ലേ, ടെക്സ്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ട് എന്ന്. പിന്നെ നല്ല സൈസും ആവും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ എന്താ പറയുക, രസഗുളൻ്റെ റെസിപ്പിയും ഒരു ദിവസം ഷെയർ ചെയ്യാം കേട്ടോ. രസ്മലായി ഷെയർ ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രസഗുളൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്യണമെന്ന്. ഇൻഷാല്ലാ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ വീഡിയോയിലൊന്ന് രസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ മേലേക്ക് ഞാൻ സാഫ്രൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ രസ്മലായി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലേ, ആദ്യം സ്വീറ്റ് ഉണ്ടാക്കി വെക്കണം. അത് തണുപ്പിച്ച് സെർവ് ചെയ്യാനുള്ളതെല്ലാണെങ്കിൽ നമുക്ക് തണുപ്പിച്ച് സെർവ് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട എപ്പോഴും സ്വീറ്റിലായിരിക്കണം. സ്വീറ്റ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അത് മറ്റുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് തണുത്ത് തുടങ്ങുമല്ലോ. അപ്പോൾ ഇതും നല്ല തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുമ്പോഴായിരിക്കും ഒന്നുകൂടി രസം ഉണ്ടാവുക. ചൂടോടെയും സെർവ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേങ്കിൽ പേഴ്സണലി എനിക്കിഷ്ടം തണുപ്പിച്ച് സെർവ് ചെയ്യുന്നതാണ്. നല്ല രസമുണ്ടാകും. ചൂടാറി കഴിഞ്ഞാലൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഗ്രേവിയും എല്ലാം ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ പാർട്ടിയിലാണെങ്കിൽ അല്ലെങ്കിൽ അല്ലാണ്ടാണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് പയ്യോളി ചിക്കനും മസാല ഗീ റൈസും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് നേരിയ അരി അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരി ജീരകശാല റൈസാണ് കേട്ടോ എടുത്തതിന്. 3 കപ്പ് എന്ന് പറയുമ്പോൾ 3/4 കിലോ ഉണ്ടാവും ഏകദേശം. അപ്പോൾ ഇത് എടുത്ത് മാറ്റി വെക്കുക. ഇപ്പോൾ കഴുകോ സോക്കയോ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാല ഗീ റൈസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ മസാലാസായിട്ട് 2 ചെറിയ പീസ് ഇഞ്ചി, 4 വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക് എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ചെറിയൊരു എരിവ് ഉണ്ടാവും. കുറച്ചധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കൂടുതലെടുക്കുക. പട്ട, 2 ഏലക്ക, 2-3 ഗ്രാമ്പൂ, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം, പെരുംജീരകം കേട്ടോ എടുത്തിന്. അപ്പോൾ ഇതെല്ലാം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. പേസ്റ്റാക്കി അരക്കൊന്നും വേണ്ട, ക്രഷ് ചെയ്തിട്ട് വേണ്ടിട്ട് എടുക്കാൻ. ഈ നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറായിരിക്കും കേട്ടോ, നല്ല സ്മെല്ലും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇതെല്ലാം. കുറച്ച് 1-2 ഐറ്റംസും കൂടി ഉണ്ട്. ആദ്യം ഇതൊന്ന് ചതച്ച് മാറ്റി വെക്കുക. ഇതേപോലെ ആയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയിലെ വലിയ സവാള ഞാൻ നേരിയ സ്ലൈസസ് ആക്കിയിട്ട് കട്ടാക്കി വെച്ചിന്. ഇനിയിപ്പം നമ്മൾ നെയ്ച്ചോറുണ്ടാക്കുന്ന പാത്രം ആ ഒരു പോട്ട് ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒക്കെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ, രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാട്ടോ എടുത്തത്. വെളിച്ചെണ്ണക്കാണ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നൽ. എനിക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ ഉള്ളിയിലെ അതിൽ നിന്ന് കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മൊത്തം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷേങ്കിൽ ഇതും കൂടി കൂടുമ്പോഴാണ് ഈ ഒരു നെയ്ച്ചോറിന് നല്ല ഒരു സ്പെഷ്യൽ ആവുന്നത് കേട്ടോ. അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ഉള്ളിയാണ് ഇപ്പം പൊരിച്ചെടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഇങ്ങനെ വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷേങ്കിൽ സെർവ് ചെയ്യുന്ന ടൈമിലും എല്ലാം നല്ല സ്മെല്ലിനും എല്ലാം വേണ്ടിയിട്ട് ടേസ്റ്റിനും എല്ലാം ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാദ്യം ഒന്ന് പൊരിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഒരു കുറച്ചുള്ളിയിലെ അതിലേക്ക് ഇട്ടിട്ട് തീ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചോ. കാര്യം ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലാസലിലേക്ക് ഇടുക. എന്നിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വാട്ടിക്കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ. ഇപ്പോൾ കണ്ട നല്ലൊരു സ്മെല്ലെല്ലാം വന്നിന് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറണ്ട. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 കപ്പ് അരി എടുത്തുകൊണ്ട് 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തതിന്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് ഒരു ചെറിയ പീസ് ചെറുനാരങ്ങൻ്റെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതേ ചെറുനാരങ്ങയിൽ നിന്ന് 1-2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതിന്. ഈ ഒരു ചെറുനാരങ്ങൻ്റെ തൊലിക്ക് പ്രത്യേക ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിന്. വലിയ പീസൊന്നും ഇടണ്ട, ഇങ്ങനെ 2 ചെറിയ പീസ് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ലോണം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലേ അരിയെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് വരും കേട്ടോ. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നെ.
അപ്പോൾ ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്കിന് നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി ഇടുക. ഈ സമയത്ത് മാത്രം കഴുകിയിട്ടാൽ മതി കേട്ടോ. വെള്ളം തിളക്കുന്ന സമയത്ത് കഴുകിയിട്ടിട്ടാൽ മതി. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കറിവേപ്പില ഇടുക കുറച്ച് ഈ സമയത്ത്. ഈ കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ നല്ല സ്മെല്ല് വരിക. കറിവേപ്പില എന്തായാലും ഇടണം കേട്ടോ. ഇനിയിപ്പം എല്ലാം കൂടി ഇളക്കി ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ തിളച്ച് ഒരു 2-3 മിനിറ്റ് ആയാൽ തന്നെ ഈ ഒരു പരുവത്തിലാവും, ഇങ്ങനെ ബബിൾസ് വരുന്നൊരു പരുവത്തിലാവും. ഇത് കണ്ട ഇതിൽ നല്ല വെള്ളം ഉണ്ടാവും, പക്ഷേങ്കിൽ വെള്ളം വറ്റിയിട്ടില്ല. പക്ഷേ അരിയെല്ലാം മേലേക്ക് പൊങ്ങി വന്ന് എന്താ പറയുക ഒരു കറക്റ്റ് ലെവലിലാവുമല്ലോ. ആ സമയത്ത് ബബിൾസ് എല്ലാം വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. നമ്മൾ ആദ്യം മസാല പൊടിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഗരം മസാലേൻ്റെ ഐറ്റംസ് എല്ലാം ഇട്ടിനല്ലോ. അതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ചു വെക്കുക. നല്ല ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുക. എന്നിട്ടൊന്ന് മറിച്ച് വെച്ചെടുക്കുക. എന്താ പറയുക മൊത്തത്തിലൊന്ന് മറിച്ച് വെച്ചിട്ട് പിന്നെയും ഒന്ന് ലെവൽ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റും കൂടി വേവിച്ചാൽ നെയ്ച്ചോറ് റെഡിയായി. ഇങ്ങനെ നമ്മൾ ആ ഒരു വെള്ളം ബബിൾസ് വന്ന് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നല്ല ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. അത്രയും വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പിന്നെ നല്ല ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി നോക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. ഞാൻ പിന്നെയും അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയതാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കറക്റ്റ് അളവാണ് കേട്ടോ. ഇതേപോലെ ചോറെല്ലാം വേറെ വേറെ ഉണ്ടാവും. അഥവാ ഇങ്ങൾക്ക് കുറച്ചും കൂടി കുഴഞ്ഞ ചോറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റും ഭയങ്കര ഫ്ലേവറലാണ്. ഇത് എല്ലാ കറിൻ്റെയൊക്കെയും അടിപൊളിയായിട്ട് മാച്ച് ആവട്ടെ. മീൻ കറി ആയാലും ചിക്കനായാലും ബീഫായാലും ഏത് കറിൻ്റെയൊക്കെയും അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ഇതിന് ഞാൻ നല്ലൊരു ചിക്കൻ ഫ്രൈയും കൂടി കാണിച്ചു തരാം. പയ്യോളി ചിക്കനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളിയാണ്. ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. തേങ്ങയിലിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 4 ഇതേപോലെ ലെഗും തൈയെല്ലാം വരുന്ന ഒരു പീസില്ലേ അതാട്ടോ എടുത്തത്. ചിക്കൻ്റെ ഏത് പീസ് വെച്ചിട്ടും ചെയ്യാം. പക്ഷേങ്കിൽ ഞാൻ കുറച്ചും കൂടി എന്താ പറയുക വീഡിയോയിൽ രസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ 4 പീസസ് എടുത്തേട്ടാ. ഇനിയിപ്പം ഇതിൽ നമുക്ക് നല്ലോണം വരഞ്ഞു കൊടുക്കണം. പയ്യോളി ചിക്കനില്ലേ ഭയങ്കര സ്പെഷ്യലാവാൻ കാര്യം ഇതിൽ നമ്മൾ തേങ്ങയെല്ലാം ഇട്ടൊന്ന് വറവെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഒരു മസാല ഉണ്ടാവും. എന്താ പറയുക സാധാരണ ചിക്കൻ ഫ്രൈ പോലെയല്ല, അടിപൊളിയാണ് കേട്ടോ. സ്പെഷ്യലായിട്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ പീസസ് എല്ലാം ഞാനിങ്ങനെ വരഞ്ഞു കൊടുത്തേനെ. ഇതിപ്പം മൊത്തത്തിൽ 1 കിലോയിൽ താഴെയായിട്ട് ഉണ്ടാവും ചിക്കൻ്റെ വെയിറ്റ്. ചെറിയ ചിക്കനാണ്. അപ്പോൾ മൊത്തത്തിൽ വരഞ്ഞിട്ടൊന്ന് മാറ്റി വെക്കുക. ഇനിയിപ്പം ഇതിലേക്കുള്ള സ്പെഷ്യൽ മസാല ഉണ്ടാക്കുക. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്കൊരു 10-12 ഈ മുളക് എടുത്തേനെ. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ല. ഇത് മറ്റേ എരിവുള്ള മുളകില്ലേ അതാട്ടോ ഞാൻ എടുത്തേനെ. എൻ്റെ കയ്യിൽ കാശ്മീരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ എരിവുള്ളതെടുത്തത്. മറ്റേ ആകുമ്പോൾ കുറച്ചും കൂടി കളർ ഉണ്ടാവുമല്ലോ കാശ്മീരി ചില്ലി ആകുമ്പോൾ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. മുളക് നല്ല സോഫ്റ്റായിട്ട് വരാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതവിടെ ഓഫ് ചെയ്യുക. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ഇത്രയും ഐറ്റംസ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ക്വാണ്ടിറ്റി മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് ആദ്യം ആ മുളക് ചൂടാറി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക, ചെറിയ ജാറിലേക്ക്. ആ മുളകിൻ്റെ വെള്ളവും കൂടി ഞാൻ ഒഴിച്ചിന് കേട്ടോ. എന്നിട്ട് ചെറിയ ഉള്ളി ഒരു 5-10 അല്ലി ചെറിയ ഉള്ളി, 5-6 വെളുത്തുള്ളി, ഇതുപോലെ 3-4 പീസ് ഇഞ്ചി ഇതെല്ലാം കൂടി ഇടാം. ഇനിയിപ്പം ഇതൊന്ന് ചതച്ചെടുക്കുക. ആദ്യം നമ്മൾ മുളക് പൊടി വെച്ചിട്ട് ചെയ്യുന്നതും ഇങ്ങനെ മുഴുവൻ മുളക് ഇതേപോലെ അരച്ച് ചെയ്യുന്നതും രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള സ്പെഷ്യൽ മസാല. കുറച്ച് ഐറ്റംസും കൂടി വേണം. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. മല്ലിപ്പൊടിയും ഞാൻ ടീസ്പൂണിൽ തന്നെയായിട്ട് എടുത്ത്, ഒന്നും ടേബിൾ സ്പൂണിലല്ല. ഇനിയിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഒരു വലിയ ചെറുനാരങ്ങൻ്റെ മൊത്തം നീരും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളിയെല്ലാം വേണം ചിക്കനിലോട്ട് നല്ലോണം മസാല പിടിക്കാൻ. ഇത് ആവശ്യമാണ് കേട്ടോ. വലിയൊരു ചെറുനാരങ്ങ മൊത്തത്തിൽ പിഴിഞ്ഞൊഴിച്ചിന്. അഥവാ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി എടുത്താലും മതി കേട്ടോ. 1 ടേബിൾ സ്പൂണോളം വിനാഗിരി എടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി ചില്ലി അല്ലാത്തതുകൊണ്ട് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ
ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഫുഡ് കളർ ആഡ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഒരു കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അത് നിർബന്ധമൊന്നുമല്ല. ഈ സമയത്തില്ലേ മസാലേൻ്റെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, കറക്റ്റ് ഉപ്പുണ്ടോയെന്ന്. അഥവാ ഉപ്പെങ്ങാനും കുറഞ്ഞു പോയാൽ പിന്നെ ചിക്കനിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ ചിക്കനിലേക്ക് നല്ലോണം മസാല പിടിപ്പിച്ചിട്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അത്രയും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരു മണിക്കൂർ വെച്ചിന്. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ അതിന് മുന്നേയിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും 1 ടേബിൾ സ്പൂണോളം തന്നെ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വേണം പൊരിക്കാൻ. നല്ല ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യേണ്ട. അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലോർ മാത്രം മതി, കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി മാത്രം മതി. രണ്ടും ഉണ്ടെങ്കിൽ അത്രയും ബെസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നേരെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലായാലും എടുത്താൽ മതി. നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെ ബാക്കി വരില്ലേ മസാല, ഇനി ഈ മസാല നമുക്ക് നിർബന്ധമാണ് കേട്ടോ. മസാല എന്തായാലും ഇങ്ങനെ കുറച്ച് ബാക്കി വരണം. ആ മസാലയിലേക്ക് നമുക്ക് തേങ്ങയിൽ ആ മസാല മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കുക. കൂടുതൽ ഈ മസാല ഈ പറഞ്ഞ പോലെ ഈ തേങ്ങ മസാല ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ബാക്കി വന്ന മസാലയില്ലേ അതിട്ട് കൊടുക്കുക. ഇനി കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മസാല തേങ്ങയിലേക്ക് പിടിപ്പിക്കുക. അപ്പോൾ ഇതാണ് പയോളി ചിക്കൻ്റെ സ്പെഷ്യൽ. ഈ തേങ്ങ ഫ്രൈ ചെയ്തിട്ടാണ് അതിൻ്റെ മേലയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മുരുമുരാന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ്റെ ഒക്കെ ഇതും കൂട്ടി കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മസാലയൊന്നും പോവാതെ, കോട്ടിംഗ് ഒന്നും പോവാണ്ട് അപ്പുറം ഇപ്പുറവും തിരിച്ചിട്ടിട്ട് ചിക്കൻ വേവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ വലിയ പീസ് ചെയ്യണമെന്നൊന്നുമില്ല, ചെറിയ ചെറിയ പീസിലായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിന്. ഇനി ഞാനിത് കോരി മാറ്റാൻ പോവല. ഇനി ഈ സെയിം ഓയിലിലേക്ക് തന്നെ ഇല്ലേ, ഓയിലിൻ്റെ തീ നല്ലോണം ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങ അങ്ങ് കരിഞ്ഞു പോവും. എന്നിട്ട് നമ്മളെ മസാല തേച്ച് വെച്ചിട്ടുള്ള തേങ്ങയിലെ ഇതിലേക്കിട്ടിട്ട് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയാൽ മതി. ഇങ്ങനെ തേങ്ങയിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ പൊട്ടി ലാസ്റ്റ് അധികം സൗണ്ടൊന്നും ഇല്ലാണ്ട് വരും. ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടൊന്നും ഇല്ലാണ്ട് വരും. അത്രയും വരെ ഫ്രൈ ചെയ്യണം. പക്ഷെങ്കിൽ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ലാസ്റ്റ് മൊത്തത്തിലൊന്ന് സൈലൻ്റ് ആവും. ആ സമയത്ത് കോരി മാറ്റിയാൽ മതി. ഇതേപോലെ വേണം ഉണ്ടാവാൻ. നല്ല ക്രിസ്പി ആയിട്ട് വേണം. കോരി മാറ്റിയാൽ ഒന്ന് നോക്കിയാൽ മതി നല്ലോണം ക്രിസ്പി ആയിനൊന്ന്. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തെടുത്തിന് കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളൂ, പയ്യോളി ചിക്കൻ റെഡിയായി. ഇനി ഇതിങ്ങനെ സെർവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആദ്യമില്ലേ ഈ തേങ്ങൻ്റെ ഈ ഒരു മസാല ഇല്ലേ, ഇത് അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ ചിക്കൻ വെക്കുക, മേലയിൽ കുറച്ചധികം ഈ തേങ്ങൻ്റെ മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ഇല്ലേ ഈ ചിക്കനും ഈ തേങ്ങൻ്റെ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള മസാലയും എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഫ്ലേവറും നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ്. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ വലിയ അത്ര ടേസ്റ്റ് തോന്നില്ല. നല്ല ചൂടോടെ സെർവ് ചെയ്യുമ്പം അടിപൊളിയാണ്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ മസാല ഗീ റൈസിൻ്റെ ഒക്കെ സെർവ് ചെയ്യാം, എന്തെങ്കിലും ഒരു ഗ്രേവി ആയിട്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും റൊട്ടി ഐറ്റംസിൻ്റെ ഒക്കെയാണ് നമുക്ക് സ്പെഷ്യലായിട്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിൻ്റെ ഒക്കെയും പൊറോട്ടൻ്റെ ഒക്കെയും എല്ലാം അടിപൊളിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ലാസ്റ്റ് റെസിപ്പി മസാല കുക്കർ ഷവായും പിന്നെ കുബൂസും. ഇതും ഒരു അടിപൊളി കോംബോ ആണ്. കുബൂസും ഞാൻ നല്ല കട്ടിയിലുണ്ടാക്കിയ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നൈസായിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. രണ്ടും കൂടി അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ഷവായ ഉണ്ടാക്കാം. മസാല ഷവായ, കുറച്ചും കൂടി ഗ്രേവിയിലായിട്ടുള്ള ഷവായാണ് കേട്ടോ. ഇത് 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എരിവുള്ള മുളക് എടുത്ത് ഒരു 10 എടുത്തിന്. പക്ഷേ ഈ മുളകിനേക്കാളും നല്ല കാശ്മീരി ചില്ലിയില്ലേ, അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതാണെങ്കിൽ ഒരു 15 എടുത്തോ. അതാകുമ്പോൾ കുറച്ചുകൂടി കളറും കിട്ടും.
എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയില്ലേ അതെടുക്കുക, അതും കൂടി ഇട്ടിട്ട് രണ്ടും കൂടി നല്ല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അഥവാ മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാണ്ടൊന്നും നിൽക്കണ്ട, അതെപ്പോൾ ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി അരക്കുന്ന ഈ സമയത്ത് ഇട്ടാൽ മതി കേട്ടോ, ഈ ജാറിലേക്ക് ഇട്ടാൽ മതി. ഇനിയിപ്പം ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് വീതം കുരുമുളകും ഗരം മസാലയും കൂടി ഇട്ടിന് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ മുളകും മല്ലിയും ഒന്ന് സോഫ്റ്റായി വന്നിന്. അരച്ചെടുക്കാൻ ഈസി ആയിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ച്. എന്നിട്ട് ആ വെള്ളം അങ്ങ് വറുത്ത് കളഞ്ഞിട്ട് ഈ മുളകും മല്ലിയും ഈ ജീരകവും കുരുമുളകും ഗരം മസാല ഇട്ടില്ലേ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം, സെയിം മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ. പിന്നെ വേണ്ട ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിന്. മൊത്തത്തിൽ ചെറിയ ഉള്ളി എടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ കറിവേപ്പിലുണ്ട്, മല്ലിയിലുണ്ട്. ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് താഴെ എഴുതി വെക്കാം കേട്ടോ. ഞാൻ എപ്പോഴും റെസിപ്പി വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കുന്നത്. ഞാൻ ഇനി മുതൽ അങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ 2 സാധനങ്ങളും കൂടി ഇടാനുള്ളൂ, ഉപ്പും ചെറുനാരങ്ങ നീരും. അത് ഞാൻ ലാസ്റ്റാണ് ഇടുന്നത്. വേണമെങ്കിൽ അതും ഈ സമയത്ത് മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിലും ഉള്ളിയിലും എല്ലാം വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ തന്നെ അങ്ങ് ഇറങ്ങി വന്നോളും. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ചെറിയ തരിതരിപ്പ് ഉണ്ടായാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാനെടുത്തത്. ഏറ്റവും ചെറിയ ചിക്കൻ കിട്ടുമ്പോൾ അത്രയും നല്ലതായിരിക്കും. കാര്യം ഷവായെല്ലാം നല്ല സോഫ്റ്റായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഈ 2 കിലോയിലുള്ള ചിക്കൻ എടുത്താൽ എങ്ങനെയായാലും വേവിച്ചാലും അത് ഹാർഡായിരിക്കും. അപ്പോൾ എത്ര ചെറിയ ചിക്കൻ കിട്ടുന്നു അത്രയും ചെറുതാണ് നല്ല. 1 കിലോ ചിക്കൻ കിട്ടുമെങ്കിൽ അതാണ് നല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്കിന്നുള്ള എടുത്ത്, സ്കിന്നില്ലാത്ത വെച്ചിട്ടായാലും ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കണം. ഈ ബ്രസ്റ്റിൻ്റെ ഭാഗമല്ലേ ഭയങ്കരമായിട്ട് മീറ്റുള്ള ഭാഗമെല്ലാം നല്ലോണം ആഴത്തിൽ തന്നെ കുത്തി വെച്ചെടുക്കണം കേട്ടോ. എന്നാലേ മസാല കയറിയും പെട്ടെന്ന് വെന്ത് കിട്ടും എല്ലാം ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ മസാല ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതില്ലേ നോർമൽ ഷവാനേക്കാളും ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഒരു മസാല, ആ ഒരു ഗ്രേവിയും കൂടി വരുമ്പോൾ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു മുഴുവൻ ചിക്കനിലേക്കുള്ള ഉപ്പല്ലേ, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉപ്പന്നെ ഇട്ടിന്. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ നീര്, പകുതിൻ്റെ നീരും, വലിയൊരു ചെറുനാരങ്ങയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മസാല തേച്ച് പിടിപ്പിക്കുക, ചിക്കനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. പിന്നെ മുഴുവൻ ചിക്കനായതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കുത്തി കൊടുക്കാനും മറക്കരുത്. ഒന്നിക്ക് വരഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കുത്തി കൊടുക്കുക. വരയുന്നതിനേക്കാളും നല്ല ആഴത്തിൽ കത്തി വെച്ച് കുത്തുന്നതാണ്, എന്നാൽ ഒന്നുകൂടി വൃത്തി ഉണ്ടാവും കാണാൻ. ഇനിയിപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം രാവിലത്തേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി മസാല ആക്കി വെക്കുക. രാത്രി കേക്കാണെങ്കിൽ രാവിലെ മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് ഏറ്റവും അടിപൊളിയായിരിക്കും കേട്ടോ, നല്ലോണം മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 1 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. എനിക്ക് സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം. ഇനിയിപ്പോൾ നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. കുക്കറിലല്ലെങ്കിലും വേവിച്ചെടുക്കുക, പക്ഷേ കുക്കറിലാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലടിച്ചാൽ കറക്റ്റ് വെന്ത് വരും. ഇപ്പോൾ വേവിക്കുന്ന സമയത്ത് കുക്കറിൽ ഓയിലൊന്നും യൂസ് ആക്കുന്നില്ല. പിന്നെ എന്താ പറയുക, ഓൺ ചെയ്തിട്ട് ആദ്യം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള മസാല മൊത്തം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടില്ലേ ആദ്യം തന്നെ ഫ്ലെയിം കൂട്ടി വെക്കാണ്ട് നിന്നാൽ മതി. കുക്കർ എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അടിക്കൊന്നും പിടിക്കില്ല, ആ ടെൻഷനൊന്നും വേണ്ട. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 3 വിസിൽ ആക്കിയാൽ മതി. എന്നിട്ട് ആ പ്രഷറെല്ലാം പോയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക. ചിക്കൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലോണം വെന്തിന് കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങിന്. നമ്മൾ ഇട്ട ഗ്രേവി ഇല്ലേ അത് കുറച്ചും കൂടി ലൂസായിന് കേട്ടോ, പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വറ്റിച്ചെടുക്കും. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഈ ഒരു കുക്കർ സെറ്റ് കാണിച്ചിട്ടില്ല, യൂസ് ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന് അത് എങ്ങനെയാണ് അതിൻ്റെ ഹാൻഡിൽ എങ്ങനെയാണ് അങ്ങനെ റിമൂവ് ചെയ്തെടുക്കുന്നതാണെന്നെല്ലാം. ഞാനിത് ട്രെൻഡിയോൾ നിന്ന് വാങ്ങിയതാണ്, ടാക്ക് എന്ന ബ്രാൻഡ് നെയിം. ഇതിൽ ഒരു 5 പാത്രം വരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ പാൻ വരുന്നുണ്ട്. 5 എണ്ണത്തിനും കൂടി ഈ ഒരു ഹാൻഡിലായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും ക്ലിപ്പ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ നല്ല ഉറപ്പുണ്ട്, എന്താ പറയുക, നല്ല ഗ്രിപ്പുണ്ട്, ഈസിയാണ്. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് നമുക്ക് വലിയ സ്ഥലമൊന്നും വേണ്ട ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും ഈ കുക്കർ സെറ്റ്.
അപ്പോൾ ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ഇത് കാണിക്കാട്ടോ. അടിപൊളി സാധനമാണ്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, ചെക്ക് ചെയ്തോ. ഗൾഫ് കൺട്രീസിൽ എല്ലാവരുടെയും അവൈലബിൾ ആണ് കേട്ടോ. ട്രെൻഡോളിൽ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓഫറെല്ലാം കഴിയും. എനിക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കോ. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പം നല്ല റേറ്റ് കുറവിനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലേ, ഞാൻ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എന്നിട്ട് ചിക്കൻ 2 സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് കളറ് മാറ്റിച്ചെടുത്താൽ മതി. നല്ലോണം ഭയങ്കരമായിട്ട് അങ്ങനെ ഓവറായിട്ട് ഫ്രൈ ആക്കുകയൊന്നും വേണ്ട, കാര്യം ഓൾറെഡി കുക്കായതല്ലേ. എന്നിട്ട് ആ സെയിം ഓയിലിലേക്ക് തന്നെ, ഓയിൽ കുറഞ്ഞു പോയാൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ മസാലയില്ലേ, വേവിച്ച മസാല, അതിൻ്റെ പച്ചമണം ഉണ്ടാവില്ല, എന്നാലും ഓയിലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഓയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതുപോലെ നല്ലൊരു തിക്ക് ഗ്രേവി ആക്കി എടുക്കുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഈ ചിക്കൻ്റെ മേലേക്ക് ഒഴിച്ചെടുക്കുക. നമ്മൾ മസാല ഷവായ റെഡിയായി. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം പോയി കഴിക്കുന്ന പോലെ തന്നെ അതേപോലെ ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പറാണ്. ഇപ്പോൾ ഓവനില്ലാന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ റോട്ടിസറി ഇല്ലയെന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് റോട്ടീസ് എല്ലാം അടിപൊളിയായിട്ട് മാച്ചാവും. പക്ഷേങ്കിൽ ഞാനിന്ന് പീത്ത ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഈ പീത്ത ബ്രെഡ് എന്ന് പറഞ്ഞാലില്ലേ, കുറേ ആൾ എന്നോട് പീത്ത ബ്രെഡിൻ്റെ റെസിപ്പി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുബൂസിൻ്റെ വേറൊരു പേരാണ് പീത്ത ബ്രെഡ്. പക്ഷേ ചില കൺട്രീസിൽ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷേ അറബി കൺട്രീസിൽ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. കുബൂസും പീത്ത ബ്രെഡും രണ്ടും സെയിമാണ്. അപ്പോൾ അത് കുറേ ആൾ ഡൗട്ടുള്ളതുകൊണ്ടായിരിക്കും റെസിപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ 1 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുത്തതിന് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര. അപ്പോൾ ഇത് 3ഉം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഞാൻ ഡ്രൈ ഈസ്റ്റാണ് കേട്ടോ എടുത്തത്, ഉരുണ്ട ടൈപ്പ് ഈസ്റ്റാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഒന്നുകൂടി ആ ഈസ്റ്റ് മെൽട്ടായിനോന്നൊന്ന് കൺഫേം ആക്കിയിട്ട് പിന്നെ മൈദ ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈസ്റ്റ് അങ്ങനെ തന്നെ നിന്ന് പോവും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ അപ്പം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2.5 കപ്പ് മൈദ ഇടുന്നുണ്ട്. 1 കപ്പ് ഇളം ചൂട് വെള്ളത്തിന് 2.5 കപ്പ് മൈദ കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും മൈദനെ കൊണ്ട് നമുക്കൊരു 12 കുബൂസ് അല്ലെങ്കിൽ പീത്ത ബ്രെഡ് വരെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം കുഴച്ചെടുക്കുക. ഇത് ഈ ബൗളിൽ നിന്നൊന്ന് മിക്സാക്കി കഴിഞ്ഞാലില്ലേ, കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം ഒരു 2-3 മിനിറ്റ് നല്ല സോഫ്റ്റാകുന്ന വരെ ഒന്ന് കുഴക്കണം കേട്ടോ. ഈ മാവ് ഇതുപോലെ കൈമിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും. അത് ഒന്ന് കൈ കഴുകി ഉണക്കിയെടുത്താൽ മതി. പിന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കുറേ പൊടി അധികം ഇടണ്ട. അങ്ങനെ ആകുമ്പോൾ ഈ കുബൂസ് അങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടില്ല. കുറച്ചൊരു ഒട്ടിപ്പിടിക്കുന്ന കൺസിസ്റ്റൻസിയിൽ തന്നെ കുഴച്ചെടുക്കുമ്പോൾ നല്ലതായിട്ട് വരാം കേട്ടോ. അപ്പോൾ കൈ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് മൈദയോ ഇടുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ അധികം മൈദയിലിട്ടിട്ട് ഭയങ്കര ഹാർഡാക്കണ്ടെന്ന് പറഞ്ഞിന് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം കുഴച്ച് സോഫ്റ്റായി കഴിഞ്ഞാൽ ഈ ബൗളിലേക്ക് തന്നെ വെച്ചിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി മേലേക്ക് ആക്കിയിട്ടില്ലേ, ഇത് പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു 2 മണിക്കൂർ വേണ്ടവരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടി അധികം സമയം എടുക്കും. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ചൂടൊന്നും ഇല്ല അധികം, കുറച്ച് തണുപ്പായതുകൊണ്ട് അവനിൽ വെച്ചിട്ട് അവനൊന്ന് ചൂടാക്കിയിട്ട് ലൈറ്റ് ചൂട് മാത്രമാക്കിയിട്ട് അതിൽ വെച്ചാൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം പൊങ്ങി വന്നതിന് ഡബിൾ സൈസ് ആയിന്. ഇനിയിപ്പോൾ സാധാരണ കുബൂസ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഞാനിങ്ങനെ ഒരു മസാല ഷവായിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. കുബൂസ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇനി കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ തന്നെ കുറേ പ്രാവശ്യം കുബൂസ് റെസിപ്പി ഷെയർ ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, എന്നോട് പീത്ത ബ്രെഡ് റെസിപ്പി ചെയ്യുമെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാനിത് കാണിക്കുന്നത്. കാര്യം ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് തിന്നായിട്ട് ഉണ്ടാക്കും, കട്ടിയിലുണ്ടാക്കും, അതെല്ലാം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്താ പറയുക, കുറച്ചുകൂടി നൈസിലുണ്ടാക്കുക. ഞാനിന്ന് കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കിയ മാവ് കൊണ്ട് ഏകദേശം ഒരു 12 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിപ്പോൾ നൈസാണെങ്കിലും കട്ടിയാണെങ്കിലും സെയിം 12 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. കാര്യം ഞാൻ കട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും ചെറിയ സൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ നൈസിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു മീഡിയം സൈസിൽ ഉണ്ടാക്കിയാലും 12 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആൾക്കാരുടെ എണ്ണം പോലെ നേരെ ഡബിളാക്കി എടുത്തോ, കൂടുതൽ കുബൂസ് എല്ലാം ആവശ്യമുള്ളവരാണെങ്കിൽ.
ഞാൻ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി എടുത്തിന് കേട്ടോ. ഇതൊന്നും നിർബന്ധമില്ല. ഇത് കണ്ട ഞാനിപ്പോൾ കുറച്ച് കട്ടിയിലുണ്ടാക്കിയ. ഇങ്ങനെ ആകുമ്പോൾ നല്ല രസമുണ്ടാവും കാണാൻ. കുഞ്ഞി നല്ല തടിയുള്ള കുബൂസാകുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ ഇതാ ഞാൻ 3-4 പരത്തിയെടുത്തിന്. ഇപ്പോൾ ബാക്കിയുള്ള മാവ് അടച്ച് വെക്കാൻ തന്നെ നോക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. നമ്മൾ ഏത് റോട്ടീസ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ ഇങ്ങനെ പരത്തുന്നതിനനുസരിച്ച് ബാക്കിയുള്ള മാവൊന്ന് അടച്ച് വെച്ചാൽ ഡ്രൈ ആയി പോകാണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഈ കുബൂസ് ചുട്ടെടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടാൽ മതി. തീ ഭയങ്കരമായിട്ട് കൂട്ടി വെക്കണ്ട, ആ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ലോ ഫ്ലെയിം ആക്കണമെന്നില്ല. 1-2 പ്രാവശ്യം അപ്പുറം ഇപ്പുറം തിരിച്ചിടുമ്പോൾ തന്നെ ഇത് നല്ലോണം ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഇതേണ്ട നല്ലോണം പൊങ്ങി കുക്കായി വരും, പെട്ടെന്ന് കുക്കാവെല്ലാം ചെയ്യും. ഒരു 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചുട്ടെടുക്കാം. പിന്നെ ഈ മൈദക്ക് പകരമില്ലേ, നമുക്ക് വേണമെങ്കിൽ പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടിയില്ലേ അത് വെച്ചിട്ടും ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. പക്ഷേങ്കിൽ ഫുൾ മൈദയായിട്ട് ചുടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഗോതമ്പ് പൊടി യൂസ് ആക്കുമ്പോൾ ഇത്രയും സോഫ്റ്റിൽ കിട്ടില്ല. ടേസ്റ്റും ഇതാണ് കേട്ടോ കൂടുതൽ. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. കാര്യം ഞാൻ പല റെസിപ്പീസ് ചെയ്യുമ്പം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടോ. അപ്പോൾ ഇത് രണ്ടും അടിപൊളിയാണ്. നമുക്ക് ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള 2 റെസിപ്പീസാണ് കേട്ടോ. ഇന്ന് കാണിച്ച എല്ലാ റെസിപ്പിയും ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം, നല്ലൊരു വ്ളോഗായിട്ട് ഞാൻ വരാം. നാട്ടിൽ വന്നിട്ട് കുറച്ചധികം തിരക്കായതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തേട്ടാ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്, ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബൈ.